എംഎൽഎമാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്തെ ഏക നിയമസഭാ മണ്ഡലമായ തിരൂരിൽ വി അബ്ദുറഹ്മാനും കുറുക്കോളി മൊയ്തീനും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. നിയോജക മണ്ഡലം വരണാധികാരിയായ മലപ്പുറം റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ ഫാത്തിമത്ത് സുമയ്യയുടെ മുന്നിലാണ് ഇരുവരും പത്രിക നൽകിയത്. പാർട്ടി നേതാക്കളോടൊപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ കരീം, സെക്രട്ടറി വെട്ടം ആലിക്കോയ, KP ഫസലുദ്ദീൻ എന്നിവരോടൊപ്പമാണ് തിരൂരിലെ സിറ്റിംഗ് MLA ആയ കുറുക്കോളി മൊയ്തീൻ പത്രിക നൽകിയത്. പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി VP അനിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, ഗഫൂർ P. ലില്ലീസ്, ഏരിയ സെക്രട്ടറി T. ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമായിരുന്നു മന്ത്രിയും താനൂരിലെ MLAയുമായ വി അബ്ദുറഹ്മാന്റെ പത്രികാ സമർപ്പണം. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. കുറുക്കോളി മൊയ്തീൻ രാവിലെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട് സന്ദർശിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് യാത്രയായത്. തുടർച്ചയായ രണ്ടാം തവണയാണ് കുറുക്കോളി മൊയ്തീൻ തിരൂരിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 7214 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വി അബ്ദുറഹ്മാൻ ഇത് തുടർച്ചയായ മൂന്നാം മത്സരമാണ്. കഴിഞ്ഞ 2 തവണയും താനൂരിലാണ് മത്സരിച്ച് വിജയിച്ചത്. 2021 യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും 2016 സിറ്റിംഗ് MLA ആയിരുന്ന അബ്ദുറഹ്മാൻ നടത്താണിയുമായിരുന്നു എതിരാളികൾ. 2021 1000-ൽ താഴെ വോട്ടുകൾക്കാണ് വിജയിച്ചത്. തിരൂർ നഗരസഭയിലെ പൊരൂർ സ്വദേശിയായ അബ്ദുറഹ്മാൻ വീടുൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം എന്ന നിലയിലാണ് തിരൂരിൽ മത്സരിക്കുന്നത്. നേരത്തെ താനൂരിൽ സ്ഥാനാർത്ഥിയായി CPM അബ്ദുറഹ്മാനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അബ്ദുറഹ്മാന്റെ താൽപര്യപ്രകാരം തിരൂരിലേക്ക് മാറ്റുകയായിരുന്നു. ഏറ്റുമുട്ടുന്നത് MLAമാർ ആയതിനാൽ തിരൂരിൽ ഇത്തവണ പോര് കനക്കുമെന്ന് ഉറപ്പാണ്. തിരൂർ നഗരസഭയും തലക്കാട്, വെട്ടം, തിരുനാവായ, കൽപ്പകഞ്ചേരി, ആദവനാട്, വളവന്നൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തിരൂർ നിയമസഭാ മണ്ഡലം. സംസ്ഥാനത്ത് തിരൂരിൽ മാത്രമാണ് 2 MLAമാർ നേർക്കുനേർ മത്സരിക്കുന്നത്. എഡിറ്റർ ലൈവ്, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.